ആയിരത്തിന് എത്ര പറയാ? ആയിരത്തിന് ഹസാർ. ഹജാർ എന്ന് പറഞ്ഞാലും മതി. ഹജാർ, 3000 അങ്ങനെ നമുക്ക് 10,000-ന് 10,000 എന്ന് പറയാം. അപ്പൊ 100-ന് എത്ര പറയാ? 100-ന് 100. അപ്പൊ 200-ഓ? 200. 300? 300. അപ്പൊ കുറച്ചു നേരത്തെ പറഞ്ഞാൽ അറിയില്ല. അപ്പൊ എല്ലാം ശരിയായാലും. അപ്പൊ അങ്ങനെയാണ് 150-ന് എന്താ പറയാ? 150-ന് 150-ന് 1.5 എന്ന് പറഞ്ഞാല് 150. 250-ന് എന്ത് പറയും? 250. 3.5-ക്ക് എത്ര പറഞ്ഞേ? 3.5-ക്ക് 350. അപ്പൊ ശരി. ബാക്കി എല്ലാത്തിനും അങ്ങനെ പറയാം. 450, 550, 650. സെയിം പാറ്റേൺ. അതേപോലെ 1,500, 1,500, 2,500, 3,500, 4,500, സെയിം പാറ്റേൺ ഫോളോ ചെയ്താൽ മതി. 21-ന് എന്താ പറയാ? 21-ന് 21-ന് 21, 22, 23, 24, 25, 27, 28, 29, 30. 29-ന് എന്താ പറയാ? 29 പൂർണ്ണത എത്തുന്നതിന് മുമ്പുള്ളതിനൊക്കെ ഉൻ കൂട്ടി പറഞ്ഞാൽ മതി. അതായത് 1 കുറവ്. 29, 30-ന് 1 കുറവ്. 29. ഓ ശരി. 39, 40-ന് 1 കുറവ്. 49, 50-ന് 1 കുറവ്. 60, 60-ന് 1 കുറവ്. 60-ന് 1 കുറവ്. 69-ന് എന്താ പറയാ? 69-ന് എന്താ പറയാ? ചേർക്കുന്നത് എങ്ങനെ പറയും? 69-ന് എത്ര പറയാ? 69. യെസ്. അത്ര ക്ലിയർ ആയിട്ട് സ്ഫുടമായിട്ട് പറയണ്ട. ഉന്നത്തർ എന്ന് പറഞ്ഞാൽ മതി. ഉന്നത്തർ. 79-ന് എന്ത് പറയും? 80-ന് ഒരു കാക്കയുടെ പേരാ. 80-ന് ഒരു മുസൽമാന്റെ പേരാണ് 80-ന് പറയുന്നത്. ആ ക്ലൂ തന്നതാണ് പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി. ഒരു മുസൽമാന്റെ പേരാണ് 80-ന് ഹിന്ദിയിൽ പറയാ. അസി എന്ന് പറയും. 80-ന് അസി. 79-ന് എന്ത് പറയും? ഉന്നസി എന്ന് പറയോ? ഉന്നാസി. ശരിയാണ്. ഉന്നാസി. 79. 99-ന് എന്ത് പറയും? ഈ പാറ്റേൺ അല്ല അവിടെ കേട്ടോ. ഈ പാറ്റേൺ അല്ല. നിന്യാനവേ. 99. എന്നാ 89-ന് ഈ പാറ്റേൺ മാറ്റം ഉണ്ട് കേട്ടോ. 89 അങ്ങനെയല്ല പറയാ. 89 എങ്ങനെ പറയാ? 89. 90-ന് എങ്ങനെ പറയുന്നത്? 90. അപ്പൊ 90-ന് മുമ്പുള്ള സംഖ്യക്ക് എന്ത് പറയും? 89. ആ പാറ്റേൺ അല്ലാന്ന് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. അതിന് നവാസി എന്ന് പറയും. നവാസി. അപ്പൊ ഒന്നുകൂടി ക്ലിയർ ചെയ്യാം. ഇനി നമുക്ക് നമ്മള് ഈ 9-ന്റെ പെരുക്കങ്ങൾ അപ്പൊ നമ്മൾ പഠിച്ചത്. 100-ന്റെ പെരുക്കങ്ങൾ പഠിച്ചു. 50-ന്റെ പഠിച്ചു. അര, കാല്, മുക്കാല്, പാവണ എല്ലാം പഠിച്ചു. ഇനി നമുക്ക് 5-ന്റെ പെരുക്കങ്ങൾ പഠിച്ചാലോ? 5-ന്റെ. 15-ന് എന്താ പറയാ? 15-ന് 15. അപ്പൊ അങ്ങനെയാണ് 25-നോ? 25. 25. അതിനാ നമ്മൾ ഈ കോഡ് പഠിപ്പിക്കുന്നത്. അതിനാണ് ഈ കോഡ് വെച്ചിട്ട് നോക്കിയാൽ ടിക്കെന്ന് പഠിക്കാൻ പറ്റും. അതിനാ കോഡ് പഠിപ്പിക്കണം. ഈ ഓരോ കോഡ് വെച്ചിട്ട് പഠിച്ചാൽ അങ്ങനെ ഇരുന്നോളൂ. നമ്മൾ അതിനാ കോഡ് പഠിപ്പിക്കുന്നത് കേട്ടോ. 5-ന് ഒരു സൗണ്ട് ഉണ്ട്. അതായത് 5, 15, 25, 35, 45, 55. മനസ്സിലായോ? ആ പഞ്ചാന്നുള്ളത് പാ എന്നുള്ളത് വരുന്നുണ്ട്. നോക്കടാ. 55, 65, 75, 85, 85, 85, 95, 95. ഓക്കേ. 50. 45. 45. 45. ആ പൈം ഓർത്തിരുന്നാ മതി. 5, 15, 25, 35, 45, 55. അവിടെ അതിപ്പോ പഞ്ചായി. 55, 65, 65, 65, 75, 75, 85, 85, 95, 95. അത്രേ ഉള്ളൂ.
ആ പാറ്റേൺ ഫോളോ ചെയ്താൽ കോടിക്കണക്കിന് കണക്ക് പറയാൻ അത് തന്നെ മതി. 9 എണ്ണം പഠിച്ചു വെച്ചാൽ മതി. അതിന്റെ പാറ്റേൺ മനസ്സിലായോ? ആ മനസ്സിലായി. അത് 95-ന് എത്രയായിരുന്നു? പഞ്ചാനബേ. ഓക്കെ. അപ്പോ 14 എന്ത് പറയും? 14. അപ്പൊ അങ്ങനെയാണ് 24-നോ? 24. ചൗബീസ്. വെരി ഗുഡ്. അങ്ങനെ ചൗദ എന്ന് പറഞ്ഞപ്പോ ചൗ വന്നില്ലേ? ചൗദ എന്ന് പറഞ്ഞപ്പോ ഒരു ചൗ വന്നില്ലേ? ആ ചൗ കൂട്ടിയാ മതി. ചൗബീസ്, ചൗതീസ്, ചൗവാലീസ്, ചൗപ്പൻ, ചൗസാठ, ചൗഹത്തർ, ചൗറാസി, ചൗറാനബേ. കഴിഞ്ഞു. അത്രേ ഉള്ളൂ. 9 എണ്ണം ഉള്ളൂ. ചൗ കൂട്ടിയാ മതി. പറയാം. ഈ പാറ്റേൺ മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. അടുത്ത വിഷു ആകുമ്പോഴത്തേനും നിങ്ങൾ നല്ലൊരു ഹിന്ദിക്കാരിയാവും. നിങ്ങൾ മലയാളി എന്നാലും തിരിച്ചറിയാൻ പോലും ഇല്ല. അമ്മ ഇനി ഇത് മറന്നു പോയിരിക്കുള്ള ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഈ ക്ലാസ് അതേപോലെ കൊച്ചിനെ പഠിപ്പിക്കാം. ഒറ്റ മാസം കൊണ്ട് അടിപൊളിയായിട്ട് ഹിന്ദി പഠിപ്പിച്ചു തരാം. ആയിട്ട് ഹിന്ദി സംസാരിക്കാൻ നമ്മൾ പഠിക്കും. അതും ഉത്തരേന്ത്യൻ ശൈലിയിൽ. പാകിസ്ഥാനികളോടോ ബർമ്മക്കാരോടോ ബംഗ്ലാദേശുകാരോടോ നോർത്തിലെ ഏത് ആളുകളോടോ നമുക്ക് ഹിന്ദിയിൽ ഈസി ആയിട്ട് സംസാരിക്കാം. അവർ പറയും നമുക്ക് വളരെ പെട്ടെന്ന് കാച്ച് ചെയ്യാം. ഓഫർ 30% ഗ്യാരണ്ടി. ഇപ്പോൾ 3 മാസത്തെ ഒരു പാക്കേജ് ഉണ്ട്. ഒറ്റ മാസം കൊണ്ട് നമ്മൾ പഠിക്കും. 3-1 ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് ഓഫറാണ്.